അപ്പോൾ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിലെ രണ്ടാമത്തെ മെത്തേഡാണ്. പേര് ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡാണ്. ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് മൊത്തത്തിൽ 3 മെത്തേഡാണുള്ളത്. ഒന്ന് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത് നോർത്ത് വെസ്റ്റ് കോർണർ, ഇനി ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് ഉണ്ട്, പിന്നെ ഒരു വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് എന്ന് പറയും. 3 മെത്തേഡാണ് നമുക്കുള്ളത്. ലീസ്റ്റ് കോസ്റ്റ്, ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഏറ്റവും ചെറിയ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന ടേബിളിൻ്റെ അകത്ത് തന്നിരിക്കുന്നതാണ് കോസ്റ്റ്. അതായത് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ട്രാൻസ്പോർട്ടേഷൻ നടത്തി ഡിമാൻഡും സപ്ലൈയും ഓക്കെ ആക്കാൻ വേണ്ടി നമുക്കുണ്ടാവുന്ന ചിലവുകളാണ് ഈ ടേബിളിൽ തന്നിരിക്കുന്ന കോസ്റ്റുകൾ. അപ്പോൾ ഈ ടേബിളിൽ നമുക്ക് ഏറ്റവും ചെറിയ കോസ്റ്റ് ഏതാണെന്ന് നോക്കാം. 1 ആണ് നമുക്ക് ഈ ടേബിളിൻ്റെ അകത്തുള്ളതിൽ ഏറ്റവും ചെറിയ നമ്പർ. അത് 2 തവണയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. നമുക്ക് റാൻഡമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 1 സെലക്ട് ചെയ്യാം. ഞാൻ ഈ 1 ആണ് സെലക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെയാണ് എൻ്റെ അലോക്കേഷൻ വരാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് സപ്ലൈയും ഉണ്ട്, ഡിമാൻഡും ഉണ്ട്. ഡിമാൻഡ് എന്ന് പറയുമ്പോൾ എനിക്ക്, അതായത് 8 സാധനങ്ങൾ സപ്ലൈ എൻ്റെ കയ്യിൽ വിൽക്കാനായിട്ട് അല്ലെങ്കിൽ സപ്ലൈ ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ 8 എണ്ണം ഉണ്ട്. എന്തോ സാധനം എൻ്റെ അടുത്ത് 18 ആൾക്കാർ ഡിമാൻഡിലായിട്ടുണ്ട്. 18 സ്ഥലത്തേക്ക് എനിക്ക് സാധനങ്ങൾ എത്തിക്കണം, അല്ലെങ്കിൽ 18 ആൾക്കാർ എൻ്റെ അടുത്ത് ഇതൊന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ 8 സാധനമല്ലേ ഉള്ളൂ. ആ 8 സാധനമേ എനിക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 18 പേര് വന്ന് ചോദിച്ചാലും 8 പേർക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ആ 8 ഞാൻ എവിടെ അലോക്കേറ്റ് ചെയ്യും? ഇതിലെ ഏറ്റവും ചെറിയ ലീസ്റ്റ് കോസ്റ്റിലേക്കായ 1ലേക്ക് ഞാൻ അലോക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ 8 ഞാൻ ഇവിടെ സൈഡിൽ അലോക്കേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ഗോഡൗണിലുണ്ടായിരുന്നതോ എവിടെയും ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ അത് മുഴുവൻ തീർന്നു, 0 ആയി. ഓക്കെ, അപ്പോൾ 18 പേര് വന്നതിൽ 8 പേർക്ക് ഞാനത് കൊടുത്തു വിട്ടു, ബാക്കി 10 പേര് തിരിച്ചു പോയി. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി ഈ സ്ഥലത്തുനിന്ന് എനിക്കിനി ഒന്നും സപ്ലൈ ചെയ്യാനില്ല, അവിടെ ഫുൾ 0 ആണ്. ഉണ്ടായിരുന്നതൊക്കെ ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ ആ ഭാഗം എനിക്ക് വെട്ടിക്കളയേണ്ടി വന്നു. ഇനി അടുത്ത ബാക്കിയുള്ള സ്ഥലത്തിലെ ഏറ്റവും ചെറിയ നമ്പർ ഏതാ? 1 ആണ്. ഇവിടുത്തെ പോലെ തന്നെ 14 സാധനങ്ങൾ, 14 തിങ്സ് എൻ്റെ കയ്യിൽ സപ്ലൈ ചെയ്യാനുണ്ട്. 7 പേര് ചോദിച്ചു വന്നിട്ടുള്ളൂ. ആ ചോദിച്ചെന്നവർക്ക് ഞാൻ കൊടുത്താൽ മതിയല്ലോ. ആ 7 പേർക്ക് ഞാൻ കൊടുത്തു. ഓക്കെ, ആ 7 പേരും തിരിച്ചു പോയി. എവിടെ നിന്നെടുത്താൽ കൊടുത്തേ? ഈ സപ്ലൈയിൽ നിന്നെടുത്താൽ കൊടുത്തേ. 7 പേർക്കുള്ള 7 സാധനം. ഓക്കെ, ബാക്കി 7 എണ്ണം ബാക്കിയുണ്ട്. പിന്നെ ഈ ഡിമാൻഡിൽ ഇനി ഇവിടെ ആരും വരില്ല, ഇവരെല്ലാവരെയും ഞാൻ പറഞ്ഞു വിട്ടു. ബാക്കി ഇത്രയും സ്ഥലങ്ങളുണ്ട്, വെട്ടിയത് ഇനി എടുക്കില്ല കേട്ടോ. അപ്പോൾ 7 ഉണ്ട്, 4 ഉണ്ട്, 4, 7, 6, 2. ഇതിലേറ്റവും ലീസ്റ്റ് ഏതാ? 2 ആണ്. ഓക്കെ, ഇവിടെ 10 പേര് ചോദിച്ച് വരുന്നുണ്ട്. 7 സാധനങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ 7 സാധനങ്ങളാണ്, 10 പേര് വന്നാലും എൻ്റെ കയ്യിൽ 7 എണ്ണം കൊടുക്കാനുള്ളൂ. ആ 7 എണ്ണം ഞാൻ ഇവിടേക്ക് അലോക്കേറ്റ് ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന, എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാം തീർന്നു. ആ 10 പേരിൽ 7 പേരെ ഞാൻ പറഞ്ഞു വിട്ടു, ബാക്കി 3 പേരും കൂടെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇനി ഇവിടെ നിന്ന് കൊടുക്കാനായിട്ട് ഒന്നുമില്ല, ഇത് ഫുൾ വെട്ടിപ്പോയി. ഇനി ബാക്കി എന്താ? 7 ഉണ്ട്, 4, 4, 7. ഇതിലേറ്റവും ചെറിയ നമ്പർ 4 ആണ്. 4 2 പ്രാവശ്യം വരുന്നുണ്ട്. ഇഷ്ടമുള്ള റാൻഡമായിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ 4ലേക്ക് റാൻഡമായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 5 സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. 3 പേരാണ് ചോദിച്ചു വന്നിരിക്കുന്നത്. ആ 3 പേർക്ക് ഞാൻ 3 സാധനങ്ങൾ കൊടുത്തു. അപ്പോൾ ഇവിടുത്തെ ഇനി ബാക്കി 2 എണ്ണം കൂടെ ബാക്കിയുണ്ട്. ഈ 3 പേരെ ഞാൻ പറഞ്ഞു വിട്ടു. ആ പറഞ്ഞു വിട്ടവരെല്ലാവരും പോയി. ഇനി അവിടേക്ക് ആരും വരില്ല. ദെൻ 7 ഉണ്ട്, 4 ഉണ്ട്. ചെറിയ നമ്പർ ഏതാ? 4 ആണ്. 4ലേക്ക് അലോക്കേഷൻ വരാൻ പോവാണ്. 7 തിങ്സ് എൻ്റെ കയ്യിൽ സപ്ലൈക്ക് ഉണ്ട്. 9 പേരാണ് എൻ്റെ അടുത്ത് ചോദിച്ചു വന്നിരിക്കുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ 7 എണ്ണല്ലേ ഉള്ളൂ. ആ 7 എണ്ണം ഞാൻ ഇവിടേക്ക് അലോക്കേറ്റ് ചെയ്തു. ഓക്കെ, ഈ 7 വെട്ടി 0 ആയി. എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാം ഞാൻ കൊടുത്തു തീർത്തു. ഈ 9 പേരിൽ 7 പേർക്കാണ് ഞാൻ കൊടുത്തത്. ബാക്കി ഇനിയും ഇവിടെ 2 പേരും കൂടെ ബാക്കി നിൽക്കുന്നുണ്ട്. ഈ ഭാഗത്ത് ഇനി കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എല്ലാം ഞാൻ കൊടുത്തു തീർത്തു. അപ്പോൾ ആ ഫുൾ ആ റോ പോയി. ഇനി എൻ്റെ കയ്യിൽ ഇനി ബാക്കി ഈ 7 ആണുള്ളത്. ലാസ്റ്റ് വന്നത് കണ്ടോ? 2, 2. ഡിമാൻഡും സപ്ലൈയും സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഈ ചെയ്ത മെത്തേഡ് ശരിയാണെന്ന് പറയാൻ പറ്റുള്ളൂ. 2, 2. ഈ 2 എടുത്ത് ഞാൻ എവിടെ കൊടുത്തു? ഇവിടെ അലോക്കേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ എല്ലാവരും വിട്ടു പോകുന്ന സ്റ്റെപ്പ്, ഈ 2 എടുത്ത് ഇവിടെ അലോക്കേറ്റ് ചെയ്യാൻ വിട്ടുപോകും. അവിടെ ഒരു മിസ്റ്റേക്ക് വരും. 2, 2 ബാക്കി വന്നു എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ അലോക്കേറ്റ് ചെയ്യാതിരിക്കും. അവിടെ ഒരു മിസ്റ്റേക്ക് വരും. ആ 2 ഇവിടെ അലോക്കേറ്റ് ചെയ്താൽ
ഇവിടെ നിന്ന് എല്ലാവരെയും വിട്ടു, എൻ്റെ കയ്യിലുണ്ടായിരുന്നതും തീർന്നു. 0 0ൽ അവസാനിപ്പിച്ചു. ഓക്കെ, ഇനിയാണ് നമ്മൾ ഫൈൻഡ് ദ കോസ്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത കോസ്റ്റ് കാണാൻ പോവാണ്. കോസ്റ്റ് എങ്ങനെയാണ് കാണുന്നത്? നമുക്ക് അലോക്കേഷൻ വന്നത് പ്ലസ് ആ സെല്ലിൽ ഉള്ള കോസ്റ്റ് അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാണ്. 2 × 7 പ്ലസ് അടുത്ത സെല്ല് 3ഉം 4ഉം ആണ്. 3 × 4 പ്ലസ് 8 × 1 പ്ലസ് 7 × 4 പ്ലസ് 7 × 1 പ്ലസ് 7 × 2. ഇവിടെ ഒരു ആൻസർ കിട്ടുമല്ലോ. ഇതാണ് എൻ്റെ ഫൈനൽ കോസ്റ്റ്. അപ്പോൾ ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് പ്രകാരം കോസ്റ്റ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ ഇതാണ് മെത്തേഡ്.